നിന്റെ വാപ്പ മരിച്ചപ്പോ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, നിന്റെ വാപ്പാടെ ശരീരത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നു. നിന്റെ വാപ്പാരെ കണ്ടവര് മുഴുവനും പടച്ചവരെ ഇതുപോലെ മരിക്കണമെന്ന് കൊതിച്ചിരുന്നു. നിന്റെ വാപ്പയുടെ ജനാസ നിസ്കരിക്കാ എവിടെ നിന്നൊക്കെയോ ആൾക്കാര് കടന്നു വന്നോട്. അതുകൊണ്ട് പറഞ്ഞതാ, നിന്റെ വാപ്പ എന്ത് നന്മയാ ചെയ്തത്, നിന്റെ വാപ്പ എന്ത് നല്ല കാര്യമാ ചെയ്തത്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവോ അല്ലാ. സാബിത്ത് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോളോട് ജനങ്ങൾ വന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്താ? ആ പൊന്നുമോള് പറയുകയാണ്, ഓർമ്മ വെച്ച കാലം മുതല് എന്നെ ആരും സുബഹിക്ക് വിളിക്കാറില്ല. എല്ലാ ദിവസവും ഞാൻ സുബഹിക്ക് എഴുന്നേക്കുന്നത് എന്റെ വാപ്പ വിളിച്ചിട്ടല്ല. പിന്നെ ഞാൻ എഴുന്നേക്കുന്നത് എങ്ങനെയെന്നറിയുവോ? എന്റെ വാപ്പാടെ കരച്ചില് കേട്ടിട്ടാ, എന്റെ ഉപ്പാടെ കരച്ചില് കേട്ടിട്ടാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കുന്നത്. ഞാൻ എന്റെ ഉപ്പാടെ കരച്ചില് കേട്ടിട്ടാണ് എഴുന്നേക്കുന്നത്. എന്റെ അലാറം ഏതെന്നറിയോ? എന്റെ അലാറം ഏതെന്നറിയോ? എന്റെ വാപ്പാടെ കരച്ചിലാ. എന്റെ വാപ്പ സുജൂദിൽ കിടന്ന് കരയുകയാ, എന്റെ വാപ്പ സുജൂദിൽ കിടന്ന് കരയുകയാ. എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയോ? അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, ഖബറിനകത്തിരുന്ന് ആർക്കെങ്കിലും നിസ്കരിക്കാൻ അനുവാദം കൊടുത്ത ഈ പാവപ്പെട്ട സാബിത്ത് ബിൻ അസ്ലമിന് നീ അത് തരണേ അല്ലാ. ഖബറിനകത്തിരുന്ന് നിസ്കരിക്കാൻ നീ ആർക്കെങ്കിലും അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അനുവാദം എനിക്ക് തരണേ അല്ലാ. നിസ്കാരത്തിന്റെ മാധുര്യം അത്ര വലുതാ അല്ലാ, കൊതി തീരാറില്ല അല്ലാ. അതൊരാനന്ദമാ സഹോദരാ, അത് വല്ലാത്ത ഒരാനന്ദമാ സഹോദരാ. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു ഇറങ്ങി വന്ന് കണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗമാണ് നമസ്കാരം. അതിനെക്കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാണ്. അതൊരു രസമാ സഹോദരാ, അതൊരാനന്ദമാ സഹോദരാ. മോനേ, കൈകെട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു സമാധാനമാ സഹോദരാ. പെങ്ങളെ, സാബിത്ത് ബിൻ അസ്ലമിന്റെ പൊന്നാര മകള് പറയുകയാ, എന്റെ വാപ്പ നിസ്കാരം ആനന്ദമായി കണ്ടു. എന്റെ ഉപ്പയുടെ അഭിലാഷമായിരുന്നു ഖബറിനകത്തിരുന്ന് നിസ്കരിക്കണം തമ്പുരാന്, ഖബറിനകത്തിരുന്ന് നിസ്കരിക്കണം തമ്പുരാന്. എനിക്കതിനുള്ള അനുവാദം വേണമല്ലാ. ഇത് പറഞ്ഞിട്ടാ എന്റെ പിതാവ് കരയുന്നത്. ഈ കണ്ണുനീര് കണ്ടിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുകയാണ്, ഇത് പറഞ്ഞത് മകളാടോ, ഇത് പറഞ്ഞത് മകളാടോ. എന്റെ ഉമ്മയോട് ചോദിക്കട്ടെ, എന്റെ ഉപ്പയോട് ചോദിക്കട്ടെ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിച്ച് നിസ്കരിപ്പിക്കണമെന്നാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അടിച്ചിട്ടുണ്ടോ ബാപ്പാ? നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയിട്ടുണ്ടോ ഉമ്മ? പേടിയാടോ. നമ്മളെങ്ങാടും നമ്മുടെ മക്കളെ തല്ലാൻ നമുക്ക് അധികാരമില്ല, അതിനുള്ള യോഗ്യതയില്ല. കാരണം മക്കളുടെ മുമ്പിൽ ചെന്നിട്ട് നിസ്കരിക്കടാ എന്ന് പറഞ്ഞ് തല്ലിയാ മക്കള് നമ്മളോട് പറയുന്ന മറുപടി, വാപ്പാ നിങ്ങൾ ആദ്യമൊന്ന് നിസ്കരിക്ക്, നിങ്ങൾ ആദ്യമൊന്ന് നിസ്കരിക്ക്, ഉമ്മ നിങ്ങളൊന്ന് നിസ്കരിക്കൂ. അർഹതയില്ല പെങ്ങള്, അർഹതയില്ല പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലയാ പറഞ്ഞത് വല്ലാഖിബത്തു ലിത്തഖ്വാ. അതുകൊണ്ട് എന്റെ
പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും പൊന്നുമോള്. പട്ടിണി വരൂല. ലോകത്ത് ആരുടെ വീടിനകത്ത് ദാരിദ്ര്യം വന്നാലും നിന്റെ വീടിനകത്ത് പട്ടിണി അല്ലാഹു തരൂല. ഹറാമ് തിന്നേണ്ട അവസ്ഥ വരൂല. ഹലാലായ ഭക്ഷണം അല്ലാഹു തരും പെങ്ങള്. എത്ര ചരിത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്? 2 നല്ല മരണവും അല്ലാഹു തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അസ്റായിലിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ്, റൂഹ് പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് മരിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പോൾ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 11 മണി കഴിഞ്ഞില്ലേ? 11 മണി കഴിഞ്ഞില്ലേ? 11:15 15 മിനിറ്റ് കൂടുതലായി. ഇൻഷാ അല്ലാഹ് അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ, പതുക്കെ നിർത്തിക്കൂടെ ദുആ ചെയ്യാൻ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. വലിയ സന്തോഷം നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിലും. ഞാൻ ഇത്രയും ഇങ്ങനൊരു നാട് അറിയില്ല. ഇത്ര ആദ്യമായിട്ടാണ് നിങ്ങളുടെ പരിസരത്ത് വരുന്നത്. അൽഹംദുലില്ലാ. ഇത്രയും ഉള്ളിലൊക്കെ കയറി ഇങ്ങനെ ഒരു നാടുണ്ടെന്നും കുറേ ആൾക്കാരൊക്കെ ഉണ്ടെന്നും ഇങ്ങനൊരു മക്കാമുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാ. വലിയ സന്തോഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ സൗഹാർദ്ദങ്ങൾ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഹജ്ജിൻ്റെ കൂലി വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞുതരാം. ഹജ്ജിൻ്റെ കൂലി വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കറോ. പെണ്ണുങ്ങളൊക്കെ വളയും മോതിരൊക്കെ ഉണ്ട് കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? പൈസ ഉള്ളവരാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ നാട്ടുകാരന് ഹത്തീബും കൂടാ. ഇവിടുത്തെ ഉസ്താദുമാണ്, നാട്ടുകാരനാണ്, പൈസ ഉള്ള ആൾക്കാരാണ് നിങ്ങളുടെ നാട്ടുകാരൊക്കെ. നിസാമിനെ അവിടെ നിർത്തിയേക്കുക. നിസാം അൽഹംദുലില്ലാ, നിസാമിന് ഞാൻ അവസാനം പിടിക്കാൻ ഇട്ടേക്കുക. അവിടെ ഇട്ടേരെ ഷാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ഇവിടെ അള്ളാഹു നമുക്ക് തന്നത് കൂടെ ഹജ്ജ് വേണം, ഹജ്ജിൻ്റെ കൂലി വേണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു നന്മ പറഞ്ഞാരട്ടെ, ചെയ്യോ? ഹജ്ജിൻ്റെ കൂലി കിട്ടുന്നൊരു നന്മ പറഞ്ഞാരട്ടെ. ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ പോകാൻ പറ്റൂ? പോയവരൊക്കെ അടുത്ത വർഷം പോകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിൻ്റെ കൂലി കിട്ടുന്ന ഒരു നന്മ പറഞ്ഞാരട്ടെ. വേണോ വേണ്ടേ? ഈ നിസ്കാരം കഴിഞ്ഞിട്ട് പറയുന്ന ദിക്ർ ഏതാ? നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ദിക്ർ പറയൂലേ? ഏതാ ദിക്ർ? ഫർള് നിസ്കാരം കഴിഞ്ഞ് പറയണ ദിക്ർ ഏതാന്ന് പേടി കൊണ്ടതുപോലെ. ഇവിടെ നമ്മൾ ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്ർ പറയാറില്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ ഇല്ലേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ 33, 33, 34 പറയാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പാവപ്പെട്ടവരായ സഹാബികൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, പ്രതിഫലം മുഴുവനും സമ്പന്നന്മാർ കൊണ്ടുപോവാ. അവർ ഹജ്ജിന് പോകുന്നു, ഉംറയ്ക്ക് പോകുന്നു, പള്ളി കെട്ടിക്കൊടുക്കുന്നു, സദക്ക കൊടുക്കുന്നു, എല്ലാം അവർ ചെയ്യുന്നു. നമ്മൾ പാവപ്പെട്ടവർ, നമുക്കൊന്നുമില്ല, നമുക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല, പാവപ്പെട്ടവരാ ഞങ്ങൾ. അപ്പം ഞങ്ങൾക്കും പ്രതിഫലം വേണം, ഈ കൂലിയൊക്കെ ഞങ്ങൾക്കും വേണം എന്ന് നബിതങ്ങളോട് പാവപ്പെട്ടവരായ സഹാബുൽ സുഫിൽപ്പെട്ട സഹാബികൾ നബിതങ്ങളുടെ മുമ്പിൽ വന്ന് സങ്കടം പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കും വേണോ ആ പ്രതിഫലം? നിങ്ങൾക്കും വേണോ ആ പ്രതിഫലം? നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ഈ ദിക്ർ പറ, നിങ്ങൾക്കും ആ കൂലി കിട്ടുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്ന് ദിക്ർ പറഞ്ഞാൽ മതി. പറയാറുണ്ടോ? ഇന്നത്തെ ദിവസം 5 വഖത്ത് പറഞ്ഞ ആരാ ഉള്ളേ? ഇന്നത്തെ ദിവസം 5 വഖത്ത് ഈ ദിക്ർ പറഞ്ഞ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ
കൈപൊക്കാൻ പറഞ്ഞാൽ ഞാൻ വെറുതെ നാണം കെടത്തേ ഉള്ളൂ, പൊക്കണ്ട. താത്തമാരാരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ദിവസം ഈ ദിക്കർ അഞ്ച് പൊക്കത്തിൽ പറഞ്ഞ എത്ര പേരുണ്ട്? നിസാരമായി പോയി നമുക്ക്. അതൊക്കെ ഇതൊക്കെയാണോ ഉസ്താദ് ഒരു കാര്യം? ഇതൊക്കെയാണോ? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് ഹജ്ജ് ചെയ്ത കൂലി വേണോ? നാളെ സുബഹി മുതൽ ഈ ദിക്ർ പറയാൻ തുടങ്ങിക്കോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാരുണ്യ പ്രവർത്തനം, ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നത് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന നന്മയാ. ഹദീസ് ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ആ കിതാബ് എടുത്ത് നോക്ക്. ഒരാളെ സഹായിക്കുന്നത്, ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി പോകുന്നത്, അത് ഹജ്ജിന്റെ കൂലി കിട്ടുന്ന നന്മയാ. അപ്പൊ ഈ കാരുണ്യ പ്രവർത്തനം, അൽഹംദുലില്ലാഹ്, ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് പെങ്ങളെ, ഈ നാട്ടുകാർക്ക് മുഴുവനും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ആംബുലൻസ് വാങ്ങുക എന്നത്. ലക്ഷക്കണക്കിന് രൂപ വേണം പെങ്ങള്. പലതുള്ളി പെരുവെള്ളമാണ്. അവനവന്റെ കയ്യിലുള്ള ചരിത്രം നമ്മൾ കേട്ടവരാണ്. മുവഫക്കിന്റെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ പെങ്ങളെ. ഞാനും ഓർമ്മപ്പെടുത്താം, ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യനാണ്. താൻ ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന ലാഭമുണ്ടല്ലോ, ആ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഹജ്ജിന് പോകണമെന്നാണ്. ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന പൈസ എടുത്ത് മാറ്റിവെക്കുകയാണ്. ആഡംബരങ്ങളും ആഘോഷങ്ങളുമെല്ലാം മാറ്റിയിട്ട് ആ കിട്ടുന്ന തുച്ഛമായ പൈസ എവിടെ നിന്ന് സൂക്ഷിച്ചു വെക്കുകയാ. വർഷങ്ങളോളം അങ്ങനെ സൂക്ഷിച്ചു വെച്ചടോ. പടച്ചവനെ, ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണ്. നിങ്ങൾക്ക് ചരിത്രമറിയുമോ? അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാ. ചെരുപ്പ് കുത്തിയായ മോഫക്ക് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, ഒരു ഗർഭിണിയായ പെണ്ണിന് ചില ആഹാരങ്ങളോട് വല്ലാത്ത ആഗ്രഹമാണ്. ഗർഭിണിയായ പെണ്ണ് പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, എനിക്കൊരാഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരണം. ഇന്ന് വരെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കൽപ്പം ഇറച്ചി കഴിക്കണം. ഒരു ഗർഭിണിയായ പെണ്ണിന്റെ ആഗ്രഹമാണ്. തന്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൽപ്പം ഇറച്ചി കഴിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതുവരെ, കാരണം വാങ്ങിച്ചു തരാൻ നിങ്ങളുടെ കയ്യിൽ പൈസയില്ല. ഇറച്ചി വാങ്ങിച്ചു തരാൻ നിങ്ങളുടെ കയ്യിൽ പൈസയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഇറച്ചി കടയിൽ പോയി വാങ്ങിച്ചു കൊണ്ടുവരണ്ട. ആ ഗർഭിണിയായ പെണ്ണ് പറയുന്നു, അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയാണ്. അവിടുത്തെ കറിയുടെ വാസന ഈ വീട്ടിലടിക്കുന്നുണ്ട്. ഇന്നടുത്ത വീട്ടിൽ ഇറച്ചിക്കറിയാണ്, ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുടെ മണമടിക്കുന്നുണ്ട്. അതുകൊണ്ട് കടയിൽ ചെന്നിട്ടല്ല, ആ വീട്ടിൽ ചെന്നിട്ടെങ്കിലും എനിക്കൽപ്പം ഇറച്ചിക്കറി വാങ്ങിച്ചു കൊണ്ടുവാ. സുബ്ഹാനല്ലാഹ്. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ അവിടെ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെ പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയാണ്, അവൾക്കൽപ്പം ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഇറച്ചി കറി വെക്കുന്നതിന്റെ വാസന അവിടെ അടിച്ചിരിക്കുകയാ. അതുകൊണ്ട് എന്റെ ഭാര്യക്കൽപ്പം ഇറച്ചിക്കറി തരുമോ? അല്ലാഹുവേ, ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ അവിടെ നിന്ന് പറയുമ്പോ ആ പെണ്ണ് പറഞ്ഞു, തരൂല. എത്ര ചോദിച്ചാലും തരൂല. ആ മനുഷ്യൻ പറഞ്ഞു, എങ്കില് ഇറച്ചി വേണ്ട, അല്പം കറിയെങ്കിലും തരുമോ? ആ ഇറച്ചിയുടെ ചാറെങ്കിലും തരുമോ? ആ പെണ്ണ് പറഞ്ഞു, തരൂല. ഈ പാപപ്പെട്ട മനുഷ്യൻ ചോദിച്ചു, പെങ്ങളെ, നീയും ഒരു പെണ്ണല്ലേ, നീയും ഗർഭിണിയായവളല്ലേ? പടച്ചവരെ, എന്റെ ഭാര്യയുടെ മനസ്സെന്താണെന്ന് നിനക്കറിയുമല്ലോ. എന്തേ ഇറച്ചി തരുന്നില്ല? ചാറ് പോലും തരാത്തതിന്റെ കാരണം എന്താ? ആ പെണ്ണ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കഴിച്ചുകൂടാ. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, നീയും മുസ്ലിം, ഞാനും മുസ്ലിം, നിനക്ക് കഴിക്കാമെങ്കിൽ എനിക്ക് കഴിക്കാമല്ലോ, നിങ്ങൾക്ക് കഴിക്കാമെങ്കിൽ ഞങ്ങൾക്കും കഴിക്കാമല്ലോ. ആ സമയത്ത് ആ സഹോദരി പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. എന്തേ എന്ന് പറഞ്ഞു പിന്നീടും ചോദിച്ചപ്പോ
ആ സഹോദരി പറഞ്ഞു, ഞാനൊരു വിധവയാണ്, എനിക്കെൻ്റെ മക്കളുണ്ട്, എൻ്റെ കൊച്ചുമക്കൾ എത്രയോ നാളുകൊണ്ട് ഇറച്ചി കഴിക്കാൻ ആഗ്രഹമുണ്ട് അവർക്ക്. ഒരല്പം ഇറച്ചി വേണം വേണം വേണമെന്ന് എൻ്റെ മക്കൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ എങ്ങനെ വാങ്ങിച്ചു കൊടുക്കാനാ? ഞാൻ എവിടെ നിന്ന് എടുത്ത് വായിച്ചു കൊടുക്കാനാ? ഇന്ന് ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരു കോവറ കഴുത ചത്ത് കിടക്കുന്നു. ഒരു കഴുത ചത്ത് കിടക്കുന്നത് കണ്ടു. എൻ്റെ മക്കൾ കുറേ നാളുകൊണ്ട് ഇറച്ചി ചോദിക്കല്ലേ, ആ കഴുതയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ കുറച്ച് ഇറച്ചി വെട്ടിക്കൊണ്ടുവന്നു, അതാണ് ഞാൻ ഇതിനകത്ത് കറി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ തരാനാ? ആ പാവപ്പെട്ട മനുഷ്യൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. തൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി ഓടി. തൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് അള്ളാഹിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോകാൻ വർഷങ്ങളോളം കാത്തുവെച്ചിരുന്ന പൈസ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യ ചോദിച്ചു, എവിടെ പോവാന്ന്? ഈ പൈസയുമായിട്ട് നിങ്ങൾ എവിടെ പോകുന്നു? ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അയൽവാസിക്ക് കൊടുക്കാനാ, എൻ്റെ അയൽവാസിക്ക് കൊടുക്കാൻ പോവാ. ഇത് ഹജ്ജിന് പോകാൻ വെച്ച പൈസയാ. എത്രയോ നാള് നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ട്, തിന്നാനില്ലാതെ ഞാനും നിങ്ങൾ ഈ വീട്ടിൽ പട്ടിണി കിടന്നിട്ടുണ്ട്. അപ്പൊ പോലും എടുക്കാത്ത ഈ പൈസ ഇപ്പം നിങ്ങൾ എന്തിനാ കൊണ്ടു കൊടുക്കുന്നേ? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, പെണ്ണെ, എൻ്റെ വീടിൻ്റെ പരിസരത്ത് യതീമായ മക്കൾ കഴിക്കാൻ ഭക്ഷണമില്ലാതെ കിടക്കുമ്പോൾ ഈ പൈസ കൊണ്ടുപോയി ഞാൻ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, അതിനേക്കാളും വലുത് ഈ മക്കളെ സഹായിക്കല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ സമ്പാദ്യം കൊണ്ടുപോയി ആ പാവപ്പെട്ട കുടുംബത്തിന് ആ മനുഷ്യൻ കൊടുത്തു. ഹജ്ജ് ചെയ്യാതെ തന്നെ അള്ളാഹു ഹജ്ജ് ചെയ്ത കൂലി കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉപ്പാന്റെ മുഖമൊന്ന് ഓർത്തു നോക്കടോ. നിങ്ങളുടെ ഉമ്മയുടെ കർമ്മ മുഖമൊന്ന് ഓർത്തു നോക്ക്. ആ പ്രായം ചെന്നവരൊക്കെ മരിച്ചു കിടന്നപ്പോ അവരുടെ മുഖത്ത് എന്തൊരു പ്രകാശമായിരുന്നെന്നറിയോ? എന്തൊരു പ്രകാശമായിരുന്നെന്നറിയോ? റബ്ബേ, കൊതി തോന്നിയിട്ടില്ലേ? കൊതി തോന്നിയിട്ടില്ലേ? അള്ളാഹു അവരുടെ മുഖത്ത് മരിച്ചു കിടന്നപ്പോഴും അങ്ങനെ ഒരു പ്രകാശം കൊടുക്കാറുള്ള കാരണം പെങ്ങള് അവർ ചെയ്ത സദക്കയാ മോള്, അവർ ചെയ്ത നന്മകളാ ഉമ്മ. അതുകൊണ്ട് ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ, ഒരേ ഒരു പ്രതിഫലമേ ഉള്ളൂ. നിങ്ങൾ ആരെങ്കിലും സദക്ക കൊടുത്താ അള്ളാഹു തരുന്ന ഒരു പ്രതിഫലം, ഈ നന്മയ്ക്ക് വേണ്ടി, ഈ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന എൻ്റെ ചെറുപ്പക്കാരോട്, മക്കളെ, മരിക്കുന്ന സമയത്ത് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരോട്, മക്കളെ, മരിക്കുമ്പോ ഈ ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം കണ്ടിട്ട് മരിക്കാം. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ നടന്നു വരികയാണ്. നബിതങ്ങളും സ്വഹാബത്തും ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ഭാഗത്ത് കുറച്ചു ആൾക്കാർ, കുറെ സ്വഹാബികൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൂടെ വന്നവരോട് ചോദിച്ചു, അവിടെ എന്താ കുറെ ആളിങ്ങനെ കൂടി നിൽക്കുന്നല്ലോ, എന്താണ് സംഭവം? നബിതങ്ങൾ അവിടെ നിന്ന് തിരക്കി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ നബിതങ്ങളുടെ കൂടെയുണ്ടായിരുന്ന സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തു, നബിയെ, ലോകത്തിന്റെ നേതാവായ നബിതങ്ങളോട് ഖബറ് കുഴിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നബിതങ്ങൾ വളരെ ധൃതിയിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പെട്ടെന്ന് കടന്നുപോയി. നബിതങ്ങൾ വരുന്നത് കണ്ടപ്പോൾ ആ സ്വഹാബികൾ എല്ലാവരും മാറി നിന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് പോയിട്ട് നബിതങ്ങൾ ഒന്നും മിണ്ടാതെ ഒരുപാട് സമയം അവിടെ ഇരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളോടും ഒന്നും മിണ്ടുന്നില്ല. ആ കുടിച്ചിട്ടിരുന്ന ഖബറിന്റെ ചാരത്തിരുന്നിട്ട് പ്രവാചകന് കരയുന്നുണ്ട്. നബിതങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞ കണ്ണുനീരുകൾ
താടിരോമത്തിലൂടെ, പ്രവാചകന്റെ താടിയിലൂടെ ആ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. സഹാബത്ത് മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കബറ് കുഴിച്ചുകൊണ്ടിരുന്നവരും നബിതങ്ങളുടെ കൂടെ വന്നവരും എല്ലാവരും നബിതങ്ങളുടെ ചുറ്റുമിങ്ങനെ നിൽക്കുമ്പോ ഒരുപാട് സമയം ആ കുഴിച്ചിട്ടിരുന്ന കബറിന്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന നിൽക്കുന്ന സഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, യാ സ്വഹാബാ, ഇതുപോലെ ഒരു ദിവസകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന കബറിലേക്ക് ഇങ്ങനെ കൈ കാണിച്ചിട്ട് തൻ്റെ അനുയായികളോട് പറയുന്നു, സ്വഹാബത്തേ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. നബിതങ്ങൾ അവിടുന്ന് കബറ് കാണിച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുമ്പോ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് അത് തന്നെയാ പറയാനുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ അതേ വാക്ക്, സഹോദരാ, നമുക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്. നമ്മളും മരിക്കേണ്ടവരാണ്, നമ്മളും പള്ളിപ്പറമ്പിൽ കബറിലേക്ക് കടന്നു പോകേണ്ടവരാണ്. ഈ ഓർമ്മയോടുകൂടി വേണം ഞാനും. അങ്ങനെ ഒരു ഓർമ്മ നമ്മളിൽ ആർക്കാവുള്ളത്? മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ? കബറിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ? മഹ്ശറയിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയുണ്ടോ? പടച്ചവനെ, നമുക്ക് മരണവും കബറും നരകവും പരലോകവും സിറാത്തും ഒക്കെ പറയുന്നത് പോലും നമുക്കിഷ്ടമില്ലടോ. ഉസ്താദേ, എവിടെ പോയാലും മരണവും കബറുമല്ലാതെ വേറെ ഒന്നുമില്ലമല്ലടോ. മരണ വീട്ടിൽ പോലും പോകാത്തവരുണ്ടല്ലോ. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഈ ജീവിതം സുഖിക്കാനുള്ളതാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പടച്ചവനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനുള്ളതല്ല. എല്ലാവരും കളിയാണ്, ചിരിയാണ്, ആഘോഷമാണ്, സന്തോഷമാണ്. എല്ലാവരും ചിരിച്ചും കളിച്ചും രസിച്ചും സുഖിച്ചും നടക്കുകയാ. എല്ലാവരും അധികം പേരും പറയുന്നത് ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാണ്, ചിരിച്ചാൽ ആയുസ് കൂടുമെന്നാണ്. അത് പറഞ്ഞുകൊണ്ട് ചിരിയും കളിയുമായി നടക്കുന്നവര് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞു ആസ്വദിക്കുന്ന എൻ്റെ യുവത്വത്തോട് കുല്ലും മ്രീൻമോ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകി നഅലിഹി. എൻ്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത്, മോനെ, നീ ഇങ്ങനെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് നടക്കുമ്പോ, ഒരുപാട് ചിരിക്കുമ്പോ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ പൊന്നുമോന്. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നതെന്നറിയോ? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാർ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാ. മരണം അതുപോലെ നിന്റെ കൂടെ നടക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ സ്വപ്നങ്ങളും നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ഇടിത്തി വീഴുന്നത് പോലെ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരും. ചെറുപ്പക്കാരാ, പെങ്ങളെ, അതാ മരണമെങ്ങാണ് നിന്റെ മുമ്പിലേക്ക് പെട്ടെന്നങ്ങ് കടന്നു വന്നാൽ എന്ത് ചെയ്യുമെന്ന് നീ ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചിട്ടിരിക്കുന്ന കബറ് കാണിച്ചിട്ട് പറഞ്ഞു, സഹാബാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ. നിബിതങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഖബർ കാണുന്നവരല്ലേ സഹോദരാ? ഖബർ കാണുന്നവരാണ്, ഖബറടക്കിയവരാണ്, ഖബറിന്റെ അടുക്കൽ സിയാറത്തിന് പോകുന്നവരാണ്. എന്തിനാ പടച്ചവനെ ഇതിനകത്ത് കിടക്കുന്നതൊരു മഹാനാണല്ലോ, ആ മഹാനിന്റെ ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണല്ലോ. എന്തേ നമുക്ക് ആ ചിന്ത വരാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക്
നമുക്ക് ഖബറിനെ കുറിച്ചൊരു പേടിയുമില്ലടോ. ഖബർ കുഴിക്കുന്നവന് പോലും പേടിയില്ലടോ. ഖബർ കുഴിക്കുന്ന മനുഷ്യന് പോലും ഖബറിനെ കുറിച്ചൊരു ചിന്തയുമില്ല. മുണ്ട് മടക്കി വീടി വലിച്ചുകൊണ്ട് തമാശ പറഞ്ഞുകൊണ്ടാണ് ഖബർ കുഴിക്കുന്നവനും അവിടെ നിന്ന് ജോലി ചെയ്യുന്നത്. ആ മനുഷ്യനും ഖബർ പേടിയില്ല. ഖബർ കുഴിക്കുന്നവന് പേടിയില്ല. ഖബറിനകത്തിറങ്ങുന്നവന് പേടിയില്ല. പലക നിരത്തുന്നവന് പേടിയില്ല. മയ്യത്ത് വെറുത്ത് വെക്കുന്നവന് പേടിയില്ല. മണ്ണുവാരി ഇടുന്നവന് പേടിയില്ല. സിയാറത്തിന് പോകുന്നവർക്ക് പേടിയില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത് അവിടെ നിന്നാണ്, തമാശ പറയുന്നത് അവിടെ നിന്നാണ്, രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ്, ഫോൺ വിളിക്കുന്നത് ഖബറിന്റെ ചാരത്ത് നിന്നാണ്. എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതെന്നറിയുവോ ചെറുപ്പക്കാരാ? വാപ്പാ, നിനക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടെന്നറിയോ? നിനക്കാ ഖബറിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ആ ഖബറിനെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില കിലാ വലാ സരിബ സുർബാ ഇല്ലാ വഹുവ യബ്കീ വയളിരിബു അലാ സ്വദിരി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണ് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ഖബർ കുഴിക്കുന്ന സഹോദരാ, ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണ് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയിട്ട്, കളിക്കുന്നത് പോയിട്ട്, ആസ്വദിക്കുന്നത് പോയിട്ട്, കടിക്കാൻ ഭക്ഷണമെടുത്ത് നിന്റെ മുമ്പിൽ വെച്ചാ വയളിരിബു അലാ സ്വദിരി, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുകയാണ്. നീ കരയുകയാണ്, നീ കരയുകയാണ്. നീ കരയാതെ നിനക്ക് ഭക്ഷണം കടിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയില്ല എന്ന് നബി തങ്ങൾ പറയുമ്പോ അത് ചിരിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ. അത് ഖബറാണടാ മോനെ, അത് ഖബറാണടാ മോനെ. വഅദ് പറയുന്നത് കേട്ടാ മോനെ പേടിക്കണേ, പെങ്ങളെ പേടിക്കണേ. ഖബർ കണ്ടാ കരയണേ, ഖബർ കണ്ടാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം, മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖബർ സിയാറത്ത് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്. നിൽക്കരുത്, അവിടെ നിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. കാരണം അത് ഖബറാണ്. ആ ഖബറിനെ നീ സൂക്ഷിക്കണേ. പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ് റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ തങ്ങൾ പടച്ചവനെ ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ കരയുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മസറ പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ കരയാറില്ലല്ലോ, എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കാണുന്ന സമയത്ത് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ കരയാൻ പറയുന്നത്, ഖബറിനെ കുറിച്ച് പറയുമ്പോ പേടിക്കാൻ പറയുന്നത്? പെങ്ങളെ
കൂടപ്പറപ്പുകളുണ്ട്, കുടുംബക്കാരുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്. പടച്ചവനെ, ഞാനും നിങ്ങളും ദുനിയാവ് ജീവിക്കുമ്പോ എല്ലാവരും നമുക്കുണ്ടടോ. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ ഞാനും നിങ്ങളും ഒറ്റയ്ക്കല്ല കടന്നു പോകുന്നത്. 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്തുണ്ടല്ലോ. പെങ്ങളെ, നീ സ്വർഗത്തിലാണെങ്കിൽ ഒറ്റയ്ക്കല്ല പോകുന്നത്. ചെറുപ്പക്കാരാ, നീ നരകത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല പോകുന്നത്. പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കൂട്ടിനാളുണ്ടടാ ചെറുപ്പക്കാരാ. എന്നാ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അവിടെ ഒറ്റയ്ക്കാ പോകുന്നത്. പെങ്ങളെ, ഒറ്റയ്ക്കാ മോളെ പോകുന്നത്. നിന്റെ വീടിനകത്ത് നാളെ ഉച്ചയ്ക്ക് ആ പകൽ സമയത്ത് നിന്റെ റൂമിനകത്ത് കയറിയിട്ട് ഫാനിടാതെ ലൈറ്റ് ഇടാതെ വാതിലടച്ചിട്ട് നിന്റെ ബെഡ്റൂമിനകത്തൊരു 10 മിനിറ്റ് ഇരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ പെങ്ങള്? പാതിരാത്രി 12 മണിക്കല്ല, പകല് പോലും നമുക്കൊരു റൂമിനകത്ത് അടക്കേണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ഖബറാടാ ചെറുപ്പക്കാരാ, അത് ഖബറാ മോളെ. അവിടെ കൂടെ ആരും വരില്ല പെങ്ങള്. നീ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട സ്ഥലമാണ് ഖബറ്. അത് ഏകാന്തതയുടെ വീടാ, അത് ഏകാന്തതയുടെ വീടാ മോനെ. അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് പറയുന്നത് നീ ചിന്തിക്കാൻ. ആ ഖബറിനകത്തെങ്ങാനും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. അവിടെ ആരെങ്കിലും പരാജയപ്പെടുകയാണ്. പടച്ചവനെ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങളിൽ പലരും പറയാറുണ്ട്, ഉസ്താദേ നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ്, നന്നാകണമെന്നുണ്ട്, നന്നാകണം. അതേ സീരിയല് കാണുന്നത് നിർത്തണം. അതാ ശരീരം മറച്ചുകൊണ്ട് അള്ളാനെ പേടിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പറ്റുന്നില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, പറ്റുന്നില്ലെന്ന് പറയുന്ന പെങ്ങള്, നന്നാകണോ മോള്, നന്നാകണോ ചെറുപ്പക്കാരാ? കള്ളുകുടി മാറണോ? കഞ്ചാവടിക്കുന്നത് മാറണോ? ദുസ്വഭാവങ്ങൾ മാറണോ? നിസ്കരിക്കുന്നവനാകണോ? നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിയിട്ട് നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ? 5 നയാ പൈസയുടെ ചെലവില്ല, 1 രൂപയുടെയും ചെലവില്ലാതെ നന്നാകാം. നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പവഴി പറയട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്നാകാനുള്ള എളുപ്പവഴി ഡോക്ടറെ കാണണ്ട, വയല് കേൾക്കണ്ട. നീ എല്ലാ ദുസ്വഭാവങ്ങളും മാറി നിനക്ക് നന്നാകണോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ്. ചെറുപ്പക്കാരനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ്? അബൂദർ എന്ന് പറയുന്ന സ്വഹാബി വന്ന് ചോദിക്കുകയാ. കള്ളുകുടിയനായിരുന്നില്ല, വ്യഭിചരിക്കുന്നവനായിരുന്നില്ല, പലിശ തിന്നുന്നവനായിരുന്നില്ല, നിസ്കരിക്കാത്തവനായിരുന്നില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി മോശക്കാരനായിരുന്നില്ല. ആരാ അബൂദർ എന്നറിയോ? ആരാ അബൂദർ എന്നറിയോ? അബൂദറിന്റെ മഹത്വം എന്താണെന്നറിയോ? അബൂദർ സാധാരണ ഒരു സഹാബിയല്ല. അള്ളാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹിസ്സലാം നിബിതങ്ങളും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രവാചകനും ജിബ്രീൽ ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നത്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ നടന്നു പോവുകയാണ്. അബൂദർ നടന്നു പോവുകയാണ്. അബൂദർ ചിന്തിച്ചു, അല്ലാ, നിബിതങ്ങൾ എന്തോ വലിയ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇടയിൽ കയറി സലാം പറഞ്ഞു പ്രയാസപ്പെടുത്തണ്ട.
അബൂദർ മിണ്ടാതെ നടന്നു പോയടോ, അബൂദർ മിണ്ടാതെ നടന്നു പോയടോ. അപ്പോഴാണ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? ആ പോകുന്നത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ലല്ലോ, സലാം പറഞ്ഞില്ലല്ലോ. അബൂദർ സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെടുകയാണ്. ചോദിച്ചതാരാ? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് ചോദിക്കുന്നത്. അത് അബൂദർ അല്ലേ നബിയേ? സലാം പറഞ്ഞില്ല. ഇത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞതെന്നത്? ഈ അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? ഈ അബൂദറിനെ ഈ മദീനക്കാർക്ക് പോലും അറിയാത്ത സഹാബിയ, ഈ മദീനക്കാർക്ക് പോലും ഈ അബൂദറിനെ പരിചയമില്ല. ആ സമയത്ത് നിനക്ക് എങ്ങനെയാണ് പരിചയം? നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന് പറഞ്ഞ മലക്ക് പറയുകയാണ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബ്ഉ അസ്റു ഫിൽ അർളി യാ റസൂലല്ലാഹ്. ഈ ഭൂമിയിലുള്ളവർക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല, അബൂദറിനെ അറിയാത്ത മലക്കുകളില്ല. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള VIP ആണ് അബൂദർ. ഈ അബൂദറാണ് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, എനിക്ക് ഇബാദത്തുകൾ അധികരിപ്പിക്കണം നബിയേ, ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ നന്നാകാൻ ആഗ്രഹമുള്ള വാപ്പമാരോട് പറയുകയാ, നന്നാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നീ പറയുമല്ലോ നിനക്ക് വല്ലാത്ത ധൈര്യമാണെന്ന്. ഞാൻ പേടിയില്ലാത്തവനാ ഉസ്താദ്. ഏതു പാതിരാത്രി 12 മണിയാകട്ടെ, 1 മണിയാകട്ടെ, 2 മണിയാകട്ടെ, ഏത് ഇടവഴിയിലൂടെയും പേടിയില്ലാതെ നടന്നു വരാൻ എനിക്ക് ധൈര്യമാണ്. നീ അത്ര വലിയ ധൈര്യശാലിയാണെങ്കിൽ നിനക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. പാതിരാത്രി 12 മണിക്കല്ല, നാളെ രാവിലെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിയിലേക്ക് നിനക്കൊന്ന് പോകാൻ കഴിയുമോ? ഈ വഅദ് കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ, നാളെ പകല് നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ നിനക്ക് ഇവിടത്തെ പള്ളിയിലേക്കൊന്ന് പോകാൻ കഴിയുമോ? പടച്ചവനെ, പള്ളിയുടെ സൈഡിൽ ഒരു ഖബർസ്ഥാൻ കാണാ. ആ ഖബർസ്ഥാനിലേക്ക് പാതിരാത്രി 2 മണിക്കല്ല നിനക്കൊന്ന് ഒറ്റയ്ക്ക് കടന്നു പോകാൻ കഴിയുമോ? എല്ലാ പള്ളികളിലും പടച്ചവനെ ഒരു ഖബർ നേരത്തെ കുഴിച്ചിറാറുണ്ടല്ലോ. നീ ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ആ ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് ചെന്നിട്ട് ആ ഖബറടച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവനും എടുത്തൊന്നു മാറ്റിയിട്ട് നിനക്ക് ആ ഖബറിനകത്തിറങ്ങാ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ? നിനക്ക് ആ ഖബറിനകത്ത് ഒറ്റയ്ക്കൊന്ന് ഇറങ്ങിയിട്ട് പാതിരാത്രി 2 മണിക്കല്ല, പകല് സമയത്ത് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് നിനക്കിറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കൈകാലുകൾ വിറയ്ക്കാതെ, ശരീരം വിയർക്കാതെ, ഹൃദയം പിടയാതെ ഒരു 10 മിനിറ്റ് ഒറ്റയ്ക്ക് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്തിരിക്കാൻ ആർക്കാ ധൈര്യമുള്ളത്? ആർക്കാ സഹോദരാ ധൈര്യമുള്ളത്? അത്രയും ചങ്കൂറ്റമുള്ള ആരാവുള്ളത്? ഒന്ന് പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് പോയിട്ട് നിനക്കും ഇരിക്കാൻ പറ്റുമോ? സഹോദരാ, കൈ വിറയ്ക്കുമടോ, കാല് വിറയ്ക്കുമടോ, കൈകാലുകൾ വിറയ്ക്കുകയാണ്, ശരീരം വിയർക്കുകയാ. കാരണം ഖബറാമോനെ, ഖബറാമോനെ. അതുകൊണ്ട് ഖബറിലിറങ്ങല്ലേ, ഖബറിലിറങ്ങല്ലേ. ആ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിലേക്കൊന്നു നോക്ക്, ചുറ്റുഭാഗമൊന്നു നോക്ക്. ഖബറിന്റെ ആഴമ സോദരാ നീ നോക്ക്.
അതിലേക്ക് നിന്നെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരുക്കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ഇതുപോലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നന്നാകണോ? ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരാ. ഈ നാട് വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരെ കാണാം. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാര് എടോ അതാ ഓരോ ഖബറിന്റെ മുകളിലും ഒരു ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ. ആരും വളമിടാറില്ല, ആരും വെള്ളമൊഴിക്കാറില്ല. എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ച് വിരിച്ച് നിൽക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ആ മൈലാഞ്ചി ചെടി നിന്നോട് പറഞ്ഞു തരും, എന്റെ താഴെ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ച് വിരിച്ച് നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ. അതുകൊണ്ട് നന്നാകണോ ചെറുപ്പക്കാരാ. സുനിൽ ഖുബൂർ ഖബർ സിയാറത്ത് ചെയ്ത പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ നീ അവിടെ പോകണ്ട, നീ അവിടെ പോകാറില്ലല്ലോ, നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളൂ. നിനക്ക് നന്നാകണോ? നിന്റെ സീരിയൽ പ്രേമം മാറണോ? നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ? ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാൽ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാ മരണ വീട്ടിൽ പോകണേ. മയ്യത്ത് കാണാനല്ല. എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത്? എവിടെയാണ് ജനാസ കുളിപ്പിക്കുന്നത്? ആ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞ അവിടെയൊന്ന് കേറു പെങ്ങള്. ഈ നാട് വിറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുത്തിയുടെ കിടപ്പ് കാണാ. തലമറയ്ക്കാൻ മടിയുള്ള ആണുങ്ങളുടെ മുമ്പിലൂടെ സുഖിച്ച് നടന്നിരുന്ന, ആസ്വദിച്ച് നടന്നിരുന്ന ഒരുത്തിയുടെ കിടപ്പ് നിനക്ക് കാണാ. ആ രംഗം കണ്ട നിന്റെ ജീവിതത്തിൽ മാറ്റം വരും പെങ്ങള്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, കുടിച്ചിട്ട ഖബർ കാണിച്ചു കൊടുത്തിട്ട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ, നമ്മൾക്കും വരും സ്വഹാബാ, നമ്മൾക്കും വരും സഹോദരാ. പെങ്ങളെ നിനക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, എന്തായാലും നമ്മളെല്ലാവരും മരിക്കുമടോ. നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും ഒരു കാര്യത്തിൽ വല്ലാത്ത വിശ്വാസമാണ്. എന്താണ് വിശ്വാസം എന്നറിയോ? ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം നമ്മളെല്ലാം പോകുമെന്ന്, നമ്മളെല്ലാവരും മരിക്കുമെന്ന് നമുക്ക് ഉറപ്പാണ്. ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും മരിക്കും. മരണത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മരണമുണ്ടെന്ന് പറഞ്ഞതാരാ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്.